ജോൺ മാത്യു അച്ഛൻ പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനാട് ഞങ്ങളെ വാഴ്ത്തുന്നു. ദൈവമായ കർത്താവേ, പകൽക്കാലം പലയിടങ്ങൾക്ക് ഒരുമിച്ച് ഈ ദേവാലയത്തിന്റെ അങ്കണത്തിൽ ഞങ്ങൾക്ക് കൂടിവരുവാൻ സർവകൃപാലുവായിരിക്കും ദൈവം ഞങ്ങൾക്ക് നൽകിയ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. മാരാമൻ പത്രാസനത്തിന്റെ അധീപനായിരുന്ന ബഹുമാനപ്പെട്ട തിരുമനസിന്റെ 9-ാം ദിനത്തിൽ കർത്താവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ തിരുസലിലേക്ക് മടങ്ങി വരുവാനും ഈ ഓർമ്മ ദിനത്തിൽ ഞങ്ങൾക്ക് സ്മരിക്കുവാൻ വരുവാനായി ദൈവം സഭയായി ഭദ്രാസനമായി ഒരുക്കിയ വലിയ കൃപക്കാട് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന നിങ്ങളുടെ ശ്രേഷ്ഠ വൈദികരെ ദൈവാകരങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു. കടന്നിരിക്കുന്ന സഭാ ശുശ്രൂഷമാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നിരിക്കുന്ന സഭാജനങ്ങളെ എല്ലാവരെയും ദൈവാകരങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് എല്ലാ ശുശ്രൂഷയിലും ദൈവത്തിന്റെ സാന്നിധ്യം കൂടിയിരിക്കുകയും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളെ പ്രാണക്രമം നമുക്ക് നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമെന്നോർത്ത് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അല്പസമയം കർത്താവിന് ശ്രമിക്കട്ടെ. ആദ്യയോടെ മുമ്പരെയും കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറച്ചാട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന സ്തോത്രം സകലദേശുന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. യേശുയൻ ആത്മാസഖേ നിന്മാർവിൽ ഞാൻ ചേരട്ടെ. ഈ ലോക വൻവാരിധി തീരകളിൽ ഉയരുന്നേ. ജീവനേ നീ വേറെ സങ്കേതമില്ലയോ നീതാൻ നാഥകൈ വേടിയല്ലേ കാതൂരെ ശിക്കാ സദാ കർത്താനി എന്നാശ്രയോ തൃപാദം യശാരണം യാനേറെ കുടിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടായിരിക്കട്ടെ. ആദിയിൽ ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. മിശിഹായേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. അവിടുത്തെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകളോ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കുറ്റങ്ങളും പാവങ്ങളോ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ കടത്താതെ ഞങ്ങളെ ദോഷിക്കണമേ. എന്തുടർന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും നിനക്കുള്ളതാകുന്നു. മരണമുള്ളവരായ ഞങ്ങളെ ഞങ്ങളുടെ വർഗത്തെ മരണമില്ലാത്തവരാക്കി തീർക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എഴുന്നള്ളി മനുഷ്യനായി മരണം ആസ്വദിച്ച ദൈവപുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ അങ്ങയെ കുറിച്ചുള്ള പ്രത്യാശയിൽ ഇവിടെ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ അഭിവന്ദ്യ തിരുമേനിയെ അങ്ങയുടെ പരിശുദ്ധരോടുകൂടെ അവിടുന്ന് കൈക്കൊള്ളുവാനിടയാകണമേ. യായിറോസിന്റെ മകളെ മരണക്കിടക്കയിൽ നിന്നും നൈനിലെ വിധവയുടെ മകനെ വഴിയിൽ വെച്ച് ശവപ്പെട്ടിയിൽ നിന്നും മരിച്ച് അടക്കപ്പെട്ട അഴുകിയ ലാസറിനെ കല്ലറയിൽ നിന്നും വിളിച്ച് എഴുന്നേൽപ്പിച്ചവനായ കർത്താവേ, ഞങ്ങളുടെ ആത്മാവ് ശരീരത്തിനും വേർപെട്ടാലും എപ്പോഴും അങ്ങയുടെ കൃപയിലും അനുഗ്രഹങ്ങളുടെ തണലുമാകുന്നുവെന്ന് ഞങ്ങൾ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. അവരെ പോലെ ഞങ്ങളെ ഈ സമയം ഓർക്കുന്ന ബിഷപ്പ് ജോൺ ലാസർ തുണ്ടുകുളം തിരുമേനിയെ അങ്ങയുടെ കരുണ വെളിപ്പെടുമ്പോൾ അങ്ങയുടെ ഇമ്പപരമായ ശബ്ദം കേൾക്കുവാൻ സംഗതിയാകണമേ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. 130 സങ്കീർത്തനം. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എന്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു. അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലെ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. അവൻ ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഒന്നാം പാഠം സഭാപ്രസംഗി 44 അധ്യായം 1 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങൾ. സഭാപ്രസംഗി 44 അധ്യായം 1 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങൾ. നമുക്ക് ഇപ്പോൾ കീർത്തപ്പെട്ട മനുഷ്യരെയും നമ്മെ ജനിപ്പിച്ച നമ്മുടെ പിതാക്കന്മാരെയും പുകഴ്ത്താം. കർത്താവ് വലിയ മഹത്വത്തെ ആദ്യം മുതലുള്ള അവന്റെ ബലമേറിയ ശക്തിയെ തന്നെ അവരിൽ വെളിപ്പെടുത്തി. തങ്ങളുടെ രാജ്യങ്ങളിൽ അധികാരം വഹിച്ചിരുന്നവരെയും തങ്ങളുടെ ശക്തിക്ക് കീർത്തി പ്രാപിച്ചിരുന്നവരെയും തങ്ങളുടെ ജ്ഞാനത്താൽ ആലോചന നൽകിയിരുന്നവരെയും തന്നെ പ്രവചനങ്ങളിൽ സദ്വർത്തമാനം അറിയിച്ചവരെയും തങ്ങളുടെ ആലോചനയാൽ ജനത്തെ നടത്തിയവരെയും തങ്ങളുടെ വിവേകത്താൽ ജനത്തെ ഉപദേശിച്ചവരെയും തന്നെ അവരുടെ പ്രബോധനങ്ങൾ ജ്ഞാനമേറിയ വചനങ്ങളായിരുന്നു. സംഗീതത്തിൽ വിവരവും കവിതകളും ഭംഗിയായി തമിച്ചവരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവരിൽ പ്രാപ്തിയും ശേഷിയുള്ള ധരികന്മാർ കാണപ്പെട്ടിരുന്നു. അവർ തങ്ങളുടെ പാർപ്പിടങ്ങളിൽ സമാധാനത്തോടെ വസിച്ചിരുന്നു. ഇവർ എല്ലാവരും തങ്ങളുടെ തലമുറയിൽ ബഹുമാനിക്കപ്പെട്ടിരുന്നു. അവരുടെ കാലത്തെ അവരെ ഒരു മഹത്വമായി എണ്ണിയിരുന്നു. തങ്ങളുടെ കീർത്തിയെ ഘോഷിക്കുന്നതിനായി അവരുടെ പിന്നാലെ ഒരു പേർ ഇട്ടേച്ചു പോയിരിക്കുന്ന ചിലർ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. വേറെ ചിലരോ യാതൊരു സ്മാരകവും ശേഷിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇവരോ കരുണാപാത്രങ്ങളായിരുന്നു. തങ്ങളുടെ നീതി പ്രവൃത്തികളിൽ വിസ്മരിക്കപ്പെടുകയില്ല. അവരുടെ സന്തതി നല്ലൊരു അവകാശം ശാശ്വതമായി അനുഭവിക്കും. അവരുടെ മക്കളോ അവരുടെ നിയമത്തിൽ ഉറച്ചു നിൽക്കും. അവരുടെ സന്തതി ഉറച്ചു നിൽക്കും. അവരുടെ നിമിത്തം അവരുടെ മക്കൾ ഉറച്ചു നിൽക്കും. അവരുടെ നാമം തലമുറയോളം അറിയിക്കപ്പെടുന്നു. ജനങ്ങൾ അവരുടെ ജ്ഞാനത്തെ പുകഴ്ത്തും. സഭായോഗങ്ങൾ അവരുടെ സ്തുതിയെ പ്രസ്താവിക്കും. നമുക്ക് നമ്മുടെ അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഭയഭക്തിയോടെ ഏറ്റു ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ പിന്തിയോസ് പീലാത്തോസിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചു, പിന്നെ വേദനയേറ്റു, സ്വർഗ്ഗത്തിലേക്ക് കയറി സർവ്വപിതാവായ ദൈവത്തോളത്തുവാത്തിരിക്കുന്നു. അവിടെ ജീവവരെയും മരിച്ചവരെയും ന്യായിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരസ്ഥാനത്തിലും
നിത്യയിൽ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. എന്റെ ആത്മാവോടുകൂടെയും കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിങ്ങളുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. അവിടുത്തെ രാജ്യം വരണമേ. അവിടുത്തെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ദിവസമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ തെറ്റുകുറ്റം ചെയ്യുന്നവരെ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കുറ്റങ്ങളെയും പാപങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ഞങ്ങളെ ദോഷത്തിൽ നിന്ന് രക്ഷിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്കുള്ളാകുന്നു. കർത്താവേ അടിയനേനായ വിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുത്. ജീവനുള്ളവരാരും തിരുസന്നിധിയിലെ നീതിമാനാകയില്ലല്ലോ. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. നീതിമാന്മാർ എന്നേക്കും ജീവിക്കും. അവരുടെ പ്രതിഫലം കർത്താവിന്റെ പക്കലാകുന്നു. നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവത്തിന്റെ കയ്യിലാകുന്നു. യാതൊരു പീഡയും അവരെ ബാധിക്കുകയില്ല. കർത്താവിൽ മരിക്കുന്ന അമൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നദ്ധയിൽ സന്തോഷ പരിപൂർണതയും എന്റെ വലതുഭാഗത്തു നിന്നും പ്രമോദങ്ങളുമുണ്ട്. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തിയുള്ള ദൈവമേ, കർത്താവിലും ഇടപെട്ടു പോകുന്നിടെ ആത്മാക്കൾ അങ്ങയുടെ വസിക്കുകയും വിശ്വാസയുടെ ആത്മാക്കൾ ശരീരത്തിന്റെ ഭാരത്തിൽ നീക്കപ്പെട്ട ശേഷം അങ്ങയോടുകൂടെ ആനന്ദത്തിലും ഭാഗ്യത്തിലും ഇരിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങൾ തിരുമുൻപാകെ ഓർക്കുന്ന അങ്ങയുടെ ദാസൻ ബിഷപ്പ് ജോൺ ലാസത്തുണ്ട് തിരുവയുടെ ജീവിതത്തിനായും സേവനത്തിനായും ഞങ്ങൾ അങ്ങേക്ക് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തിലുള്ള സത്യവിശ്വാസത്തിൽ മരിച്ച എല്ലാവരുടെയും കൂടെ ഞങ്ങൾ ആത്മാവിലും ശരീരത്തിലും അങ്ങയുടെ എന്നേക്കുമുള്ള മഹത്വത്തിൽ നിത്യമഹത്വത്തിൽ സർവ്വസമ്പൂർണ്ണതയും മോക്ഷം അനുഭവിക്കേണ്ടതിന് അങ്ങ് തിരഞ്ഞെടുത്തവരുടെ സംഖ്യയെ ശീഘ്രം തികച്ച് അങ്ങയുടെ രാജ്യത്തെ വേഗം വരുത്തുവാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സകല ജഡത്തിന്റെ ആത്മാക്കളുടെ ദൈവമേ, നിന്നുള്ള വിശ്വാസത്തിലും ഭയത്തിലും ഓട്ടം തികച്ചവരായ ഞങ്ങൾ അറിവിൽപ്പെട്ടവരും ഞങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തവരുമായ നിന്റെ എല്ലാ ഭൃത്യർക്കും വേണ്ടി പ്രത്യേകം തുണ്ടുകളും തിരുമനിക്ക് വേണ്ടിയും ഞങ്ങൾ നിന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിച്ചോ മഹത്വപ്പെടുത്തുന്നു. അവരുടെ നല്ല ദൃഷ്ടാന്തങ്ങളിൽ പ്രോത്സാഹിക്കപ്പെട്ടും കൂട്ടായ്മയിൽ ബലപ്പെട്ടും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിനുമുള്ള വാശത്തിന്റെ നിന്റെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിയുടെ യോഗ്യതകൾ മൂലം ഞങ്ങളും പങ്കാളികളാകുവാൻ പ്രാപ്തരാകേണ്ടതിന് കൃപ തരണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവീൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നാം സ്തോത്രം ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതും ന്യായമാകുന്നു. കർത്താവേ, പരിശുദ്ധ പിതാവേ, അതേ ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. എന്നാൽ അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായുടെ മഹത്വമുള്ള പുനരുദ്ധാനത്തിനായി ഞങ്ങൾ പ്രത്യേകം അങ്ങയെ സ്തുതിക്കേണ്ടതാകുന്നുവല്ലോ. അവർ തന്റെ മരണം കൊണ്ടും മരണത്തെ നശിപ്പിച്ചു പിന്നെയും ജീവിച്ചെഴുന്നേറ്റതിനാൽ ഞങ്ങൾക്ക് നിത്യജീവനെ വീണ്ടും തന്നിരിക്കുന്നു. ഞങ്ങളും സാക്ഷികളുടെ വലിയ ഒരു സമൂഹത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം ക്ഷമയോടെ ഓടേണ്ടതിനും മഹത്വത്തിന്റെ വാടാത്ത കിരീടം പ്രാപിക്കേണ്ടതിനും അങ്ങയുടെ വിശുദ്ധന്മാരുടെ നീതിയിൽ ദൈവശക്തിയുടെ ഉത്തമ മാതൃകയും അവരുടെ സൗഭാഗ്യത്തിൽ ഞങ്ങളുടെ വിളിയുടെ പ്രത്യാശയ്ക്കും മഹത്വമുള്ള ഉറപ്പും തന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ചേർന്ന് ദൈവദൂതന്മാരോടും പ്രധാന ദൈവദൂതന്മാരോടും സംഘത്തോടുകൂടെ ഞങ്ങളെപ്പോഴും നിന്നെ സ്തുതിക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ മഹത്വത്തോടെ നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം നീയും നാമത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, നിന്നുള്ള വിശ്വാസത്തോടും ഭയഭക്തിയോടും ഈ ആയുസിനെ വിട്ടുപോയവരായ നിന്റെ എല്ലാവരും നന്മാർക്കായി ഞങ്ങൾ നിന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുന്ന വിശേഷാലതാ തലമുറകൾ നിന്റെ കൃപയോടെ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രങ്ങളും ലോകത്തിന് വെളിച്ചങ്ങളുമായി ഇരുന്നിട്ടുള്ള നിന്റെ എല്ലാ വിശുദ്ധന്മാർക്കായി ഞങ്ങൾ നിന്നെ പുകഴ്ത്തി മനഃപൂർവ്വമായി സ്തുതിക്കുന്നു. ഞങ്ങളും അവരുടെ സംസ്കൃതത്തിൽ നല്ല ഇഷ്ടങ്ങളെ പിന്തുടരുവാനും അവരോടുകൂടെ നിന്റെ സ്വർഗീയരായത്തിനോ ഒരിക്കാരാകേണ്ടതിനോ ഞങ്ങൾക്ക് കൃപ തരയണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, പകലുള്ളപ്പോൾ ഞങ്ങളുടെ പേരേക്കും
തികപ്പാനും ഞങ്ങൾക്ക് മുമ്പായി കടന്നു പോയിട്ടുള്ളവരും ഞങ്ങളോട് കൂടെ നിന്ന് ഞങ്ങൾക്ക് സഹായിക്കുകയും തങ്ങളുടെ സഹാവത്താൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും തങ്ങളുടെ സ്നേഹത്താലും ദൃഷ്ടാന്തത്താലും ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള നിന്റെ എല്ലാ മക്കളെയും നന്ദിയോടും സന്തോഷത്തോടും ഓർപ്പാനും ഞങ്ങൾക്ക് നന്ദിയോടും സന്തോഷത്തോടും ഓർപ്പാനും ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളും ഞങ്ങളുടെ യാത്രയുടെ സമയം വരുമ്പോൾ സമാധാനത്തോടെ നിദ്ര പ്രാപിക്കേണ്ടതിന് നിന്റെ മക്കൾക്ക് നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നിത്യജീവന്റെ പുനരുത്ഥാനത്തിലേക്ക് യോഗ്യതയുള്ളവരായും അവരോടുകൂടെ എണ്ണപ്പെടേണ്ടതിനും കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, അങ്ങയിൽ വിശ്രമിപ്പാൻ ഞങ്ങൾക്ക് മുൻപായി കടന്നുപോയിട്ടുള്ള അങ്ങയുടെ എല്ലാ മക്കളോടും നിനക്കുള്ള കരുണയ്ക്കും കൃപയ്ക്കുമായി ഞങ്ങൾ അങ്ങേ നാമത്തെ പുകഴ്ത്തുന്നു. അവർ നടന്നതുപോലെ അങ്ങയുടെ മുൻപാകെ നീതിയിലും വിശുദ്ധിയിലും നടന്ന് ത്യാഗപൂർവ്വം നിന്നെ സേവിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നന്ദിയുള്ള ഹൃദയങ്ങളെ തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അങ്ങയുടെ കൃപയാൽ അങ്ങയുടെ സഭയെ രാജ്യത്തെ എത്രത്തോളം അഭിവൃദ്ധിപ്പെടുത്തിയതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വിശ്വസ്തയോട് ഞങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള എല്ലാവർക്കായിട്ടും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങയുടെ അനുഗ്രഹത്തെ ഞങ്ങൾക്കും ഞങ്ങളുടെ ശേഷം വരുന്ന തലമുറകൾക്കും തുറന്നുകൊണ്ടിരിക്കണമേ. ഈ രാജ്യത്തുള്ള തിരുസഭ അങ്ങയുടെ പിതൃവിചാരണ കീഴ് സഹോദരത്വത്തിൽ യോജിച്ച് അങ്ങയുടെ രാജ്യത്തിന്റെ വളർച്ച അങ്ങയുടെ വലിയ മഹത്വത്തിനുമായി നിലനിൽപ്പാൻ കൃപയറിയണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥാപിതാവേ, നീ നിന്റെ പുത്രനായ യേശുമിശിഹായെ ഞങ്ങൾക്ക് സത്യവിശ്വാസവും നിശ്ചയമായ പ്രത്യാശയും നൽകിയിരിക്കുന്നുവല്ലോ. വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും നിത്യജീവനുമായുള്ള പുനരുത്ഥാനത്തിലും വിശ്വസിച്ച് ശരണപ്പെടുന്നവരെ പോലെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വിശ്വാസത്തെയും പ്രത്യാശയും ഞങ്ങളുടെ ആയുഷിൽ നാളെല്ലാം ഞങ്ങളിൽ വർദ്ധിപ്പിച്ച് ബലപ്പെടുത്തണമെന്ന് നിന്റെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അഭിനന്ദ തിരുമേനിയുടെ വേർപാടിൽ ദുഃഖത്തിലും ആയിരിക്കുന്ന ഭദ്രാസനങ്ങളെയും കുടുംബാംഗങ്ങളെയും നമുക്ക് ദൈവരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നിന്റെ വാഴ്ത്തപ്പെട്ട പുത്രനായ യേശു മിശിഹാ തന്റെ സ്നേഹിതനായ ലാസറിന്റെ കല്ലറയ്ക്കൽ കണ്ണുനീഴ്ക്കിയല്ലോ. ഇപ്പോൾ ദുഃഖത്തിലും സങ്കടത്തിലും ഇരിക്കുന്നവരെ കൃപയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവേ, നിന്റെ ദീവികരുണയാൽ അവരെ ആശ്വസിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി ആവരിക്കുന്നറിയുവാൻ അവരെ സഹായിക്കണമേ. നിന്റെ പ്രിയ ദയയിൽ ഉറപ്പായി ആശ്രയിച്ചു കൊണ്ടിരിപ്പാൻ അവർക്ക് കൃപ ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൻ പാർത്തലെ രക്ഷപ്പെട്ടോരക്കേറെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരോ പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരോ ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്ത ശോഭധാരിപ്പാനുയർത്തിത ഭക്തർ ഭാവനായി ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരോ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ദൈവമായ കർത്താവ് എണ്ണമില്ലാത്ത മാലാകമാരോടും
വിശുദ്ധ പൂർണ്ണമാക്കപ്പെട്ടുള്ള നീതിമാന്മാരുടെ ആത്മാക്കളോട് നീ ഞങ്ങളെ അടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഈ ഭൂമിയിൽ ഞങ്ങളുടെ പ്രയാണകാലത്ത് അവരോട് കൂടെ കൂട്ടായ്മയിൽ നിലനിൽപ്പാൻ ഞങ്ങളുടെ സ്വർഗരാജ്യത്തിൽ അവിടെ സന്തോഷ പങ്കാളിയായി തീരുവാനും യേശുമിശിഹാമൂലം കൃപ ചെയ്യണമേ. സർവശക്തനത്തിനുമായ ദൈവമേ, സകല വിശുദ്ധന്മാരുടെയും ഹൃദയങ്ങളിൽ നിന്ന് ദിവ്യ സ്നേഹത്തിൽ അഗ്നി നീ ഒലിപ്പിക്കുന്നുവല്ലോ. പ്രകാരമുള്ള ആടുമേറെ വിശ്വാസവും തീഷ്ണതേറിയ സ്നേഹവും ഞങ്ങൾക്ക് നീ തരയണമേ. അവരുടെ വിജയത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്ന പ്രകാരം തന്നെ അവരുടെ നല്ല ദൃഷ്ടാന്തങ്ങളാൽ ഞങ്ങൾ ആത്മീയ വർത്തി പ്രാപിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾക്ക് കൃപ തരേണമേ. സർവശക്തനും നിത്യനുമായ ദൈവമേ, സകല വിശുദ്ധന്മാരുടെയും ഹൃദയങ്ങളിൽ അങ്ങയുടെ ദിവ്യ സ്നേഹത്തിന്റെ അഗ്നിയെ അവിടുന്ന് ജ്വലിപ്പിക്കുന്ന ദൈവമാകുന്നുവല്ലോ. അപ്രകാരമുള്ള ആഴമേറിയ വിശ്വാസവും തീഷ്ണതയേറിയ സ്നേഹവും ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ. അവരുടെ വിജയത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്ന പ്രകാരം തന്നെ അവരുടെ നല്ല ദൃഷ്ടാന്തങ്ങളാൽ ഞങ്ങൾ ആത്മീയ അഭിവൃദ്ധി പ്രാപിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾക്ക് കൃപ തരണമേ. ആമീൻ. കർത്താവേ, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരും അങ്ങേ ആരാധിക്കുന്നത് പോലെ ഞങ്ങളും ആരാധിക്കേണ്ടതിനും അവർ അങ്ങയിൽ ആശ്രയിക്കുന്ന പോലെ ഞങ്ങളും ആശ്രയിക്കേണ്ടതിനും അവർ അങ്ങയിൽ സന്തോഷിക്കുന്നത് പോലെ ഞങ്ങളും സന്തോഷിക്കേണ്ടതിനും അവർ അങ്ങയെ സ്നേഹിക്കുന്ന പോലെ ഞങ്ങളും സ്നേഹിക്കേണ്ടതിനും അവരിലുള്ള അതേ മനോഭാവം ഞങ്ങൾക്കും തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമീൻ. ദൈവമേ, അങ്ങയുടെ വിശ്വാസമുള്ള ജനങ്ങളെ പ്രകാശമാകുന്ന അങ്ങയുടെ ദാസനായ ബിഷപ്പ് ജോൺ ലാസറിന്റെ വിശ്വസ്ത സേവകനായി അങ്ങ് തിരഞ്ഞെടുത്തുവല്ലോ. തന്നെ സ്നേഹത്തോടും നന്ദിയോടും കൂടെ ഓർക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. തന്റെ ദാസന്റെ ജീവിതവും മാതൃകയും ഞങ്ങൾ പിന്തുടരുന്നതിനാൽ ഏകസത്യദൈവമായ അങ്ങയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുവാനും അങ്ങനെ അങ്ങയുടെ ശബ്ദം കേൾക്കുന്ന ആടുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാനും യേശുക്രിസ്തു മൂലം തന്നെ കൃപ ചെയ്യണമേ. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹവും മനോഹരമേറിയതായ ഈ വിശുദ്ധ ദിവസത്തിന്റെ മധ്യാഹ്നത്തോടടുത്തതായ സമയത്ത് പിതാവായ ദൈവമേ, അങ്ങയുടെ പാദപീഠത്തോട് ഞങ്ങൾക്ക് അടുത്ത് വരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ എല്ലാവിധമായ കാര്യങ്ങളെയും അവിടുന്ന് അറിയുന്ന ദൈവമാകിയാൽ തിരുനാമത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ പിതാവായ ദൈവമേ, ഞങ്ങളെ ഇപ്പോൾ സ്മരിക്കുന്നതായ ഓർക്കുന്നതായ കാലം ചെയ്ത കർത്താവേ, ഞങ്ങളുടെ മരാൺ ഭദ്രാസനത്തിന്റെ ബിഷപ്പായിരുന്ന തുണ്ടുളം തിരുമേനിയെ ഞങ്ങൾ ഈ സമയം ഓർക്കുമ്പോൾ പിതാവായ ദൈവമേ, ദാസൻ ഭദ്രാസനത്തിനു വേണ്ടി സഭകൾക്ക് വേണ്ടി ചെയ്തതായ എല്ലാ സേവനങ്ങളെയും ഞങ്ങൾ ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. പിതാവായ ദൈവമേ, ഭദ്രാസനത്തെ ഒരു കൂടെ കീഴിലായി അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അവയൊക്കെയും ദൈവ ഭയത്തിലും ദൈവവിശ്വാസത്തിലും അവയൊക്കെ നേരിടുവാനും തരണം ചെയ്യുവാനും ദാസന് കൊടുത്തതായിരുന്ന ആ നല്ല കൃപകളെ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പിതാവായ ദൈവമേ, തുടർന്ന് ആ പാത പിൻപറ്റുവാൻ തക്കവണ്ണം ഞങ്ങളെയും കർത്താവ് അവിടുന്ന് നിലനിർത്തുന്നവൻ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവമേ, അതിന്റെ ദാസൻ അവിടുത്തെ നിത്യത്തില് പ്രവേശിച്ച് കർത്താവ് 9 വർഷം കഴിയുമ്പോൾ കർത്താവ് ആ ഓർമ്മ ഇന്നലകളിൽ എന്ന പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങൾക്ക് അത് അനുഭവ യോഗ്യമാകുമ്പോൾ പിതാവായ ദൈവമേ, ഒരിക്കൽ കൂടെ തിരുനാമത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പിതാവായ ദൈവമേ, ആ കുടുംബത്തെ ദൈവരങ്ങളിൽ പ്രത്യേക പശ്ചമയ ദൈവരങ്ങളിലേക്ക് ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ പിതാവെ, അവിടുന്ന് നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രയാസ പ്രതികൂല സാഹചര്യങ്ങളൊക്കെയും സമ്മിശ്രമായ ജീവിത രീതിയിലേക്ക് കടന്നു വരുന്നതായ സന്ദർഭങ്ങളിലൊക്കെയും കഴിഞ്ഞ കാലങ്ങളിൽ ആശ്രയിച്ച ദൈവത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ അവിടുന്ന് കൊടുത്തിരുന്ന ആത്മബലത്തെ ഓർത്ത് ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവമേ, അവിടുന്ന് കർത്താവിന്റെ ദാസന് നൽകിയതായ മക്കളെ 3 പേരെയും തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, അവര് എവിടെയായിരുന്നാലും അവിടുത്തെ വലിയ കൃപയും കരുതലും തന്റെ കുഞ്ഞുങ്ങൾക്ക് അവർ കാവലും കോട്ടയുമായി തീരുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേക ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോയ്സ് അച്ഛനെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പാത പിന്തുടരുവാൻ തക്കവണ്ണം ദൈവമായ പിതാവെ അവിടുന്ന് വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
ദാസന്റെ ജീവിതത്തെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. വഴി നടത്തുന്നവൻ കൃപകളെ ഓർത്ത് ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട കോർപ്പിസ്കോപ്പ തോമസ് നടുവിലച്ചനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃത്യ സമയത്ത് തന്നെ എത്തിച്ചേരുവാനും ശുശ്രൂഷകൾക്കൊക്കെയും നായകത്വം നൽകുവാനും എന്റെ കർത്താവ് അവിടുന്ന് കൊടുത്തിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജോൺമാത്യച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടപ്പെട്ടിരിക്കുന്നതായ വൈദികരെയും സഭാ ശുശ്രൂഷകരെയും ഒക്കെ തിരുക്കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുകയാണ്. പിതാവായ ദൈവമേ, അവിടുത്തെ കരുതലും കാവലും ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുകയാണ്. പിതാവായ ദൈവമേ, സ്മാരക ശുശ്രൂഷയ്ക്ക് ശേഷം അനുസ്മരണ യോഗം നടത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അവിടുത്തെ നാമത്തിൽ ആശ്രയിച്ച് ആഗ്രഹിച്ചതുപോലെ എല്ലാം ചന്തവും ഭംഗിയുമായി ചെയ്യുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങൾ ഓരോരുത്തരും നൽകി അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് യേശു മൂലം യാചിക്കുന്നു. കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമീൻ. എൻ ദൈവമേ, നാടകന്നെ നീ പാരിന്നിരുൾ അതോടെ സ്വർഗ ഈ ഭൂയാത്രയിൽ സർവദായന്നെ താങ്ങിടണമേ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശുമിശിഹായുടെ സ്നേഹം നിങ്ങളെ അവങ്കിലേക്ക് ആകർഷിക്കുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശുമിശിഹായുടെ ശക്തി നിങ്ങളെ അവന്റെ സൂക്ഷയ്ക്കായി ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശുമിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ നിറയുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവ്വസ്വനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ, ആത്മാവോടുകൂടെയും. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. വെൽഫെയർ പാർട്ടിയുടെ ഉപാധ്യക്ഷൻ CSDSന്റെ സനീഷ് ഓതറ, BCCFന്റെ ബിനീഷ്, പൗക്കെ മാത്യച്ചൻ, BJ പോലോസച്ചൻ, ഇവിടെ വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്ന കൈക്കാരന്മാര്, അതൊക്കെ മുൻപോട്ട് കടന്നു വന്ന യൂത്ത് ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് ചാമക്കാല, കൊച്ചുമോൻ ചാമക്കാല, ഹാരവണിയിക്കാൻ താല്പര്യമുള്ളവർക്ക് മുൻപോട്ട് വന്ന് ഹാരവണിയിക്കാം. നിങ്ങൾ കൈക്കാരന്മാര്, വെള്ളൂർ സഭയുടെ കൈക്കാരൻ, പുന്നപ്പല സഭയുടെ കൈക്കാരന്മാര്, വെങ്കോട്ട, പൂവിടെ വെക്ക്, പൂ ഒരെണ്ണാഞ്ചൻ. ഇവിടുന്നുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ മുൻപോട്ട് വരാം. കൊച്ചു കുഞ്ഞുങ്ങൾ കടന്നു വന്ന വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്ന കൊച്ചു കുഞ്ഞു, അവർക്ക് ഓരോരുത്തർക്കും കൊച്ചു കുഞ്ഞുങ്ങളെ. കൊച്ചു പിള്ളേരാരെങ്കിലും സീറ്റുണ്ട്.
കൈക്കാരൻ വെച്ചു. കൈക്കാരൻ കരുവാറ്റ സഭയുടെ കൈക്കാരൻ. ജി ജോർജ് സാറ്, ജോയ് സാറ്, തമ്പാ സാറ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് ഈ സഭയുടെ വികാരി ബഹുമാനപ്പെട്ട തോമസ് നെടുമലയച്ചൻ കോർ എപ്പിസ്കോപ്പായെ ക്ഷണിക്കുന്നു. ഒപ്പം സ്വാഗതം ആശംസിക്കാൻ ആത്മായ സെക്രട്ടറി സന്തോഷ് കുമരകം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാരാമൻ ഭദ്രാസന തിരുമനസായി സേവനമനുഷ്ഠിച്ച തുണ്ടുകുളം തിരുമേനിയുടെ 9ാമത് അനുസ്മരണ സമ്മേളനമാണ് ഇന്ന് പകൽക്കാലം ഇവിടെ കൂടപ്പെടുന്നത്. പ്രിയ തിരുമേനിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കും. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അനേക വ്യക്തി ജീവിതങ്ങളുമായി നാം ബന്ധപ്പെടാറുണ്ട്. എന്നാൽ ചിലരുടെ ഓർമ്മകൾ കഴിഞ്ഞ നിമിഷം കഴിഞ്ഞ പോലെ നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കും. അത്തരത്തിലുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു നമ്മളുടെ അഭിമന്യ പിതാവ്. വളരെ കഷ്ടതയുടെയും വളരെ ബുദ്ധിമുട്ടിൻ്റെയും പ്രയാസത്തിൻ്റെയൊക്കെ മധ്യത്തിൽ ജനിച്ചു വളർന്നുവെങ്കിലും തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഒടുക്കം മാരാമൺ ഭദ്രാസനത്തിൻ്റെ അധിപനായി കഴിഞ്ഞ 9 വർഷങ്ങൾക്ക് മുമ്പ് കാല യവനികയ്ക്കുള്ളിൽ ചേർക്കപ്പെട്ട വാത്സല്യ തിരുമനസിൻ്റെ ഓർമ്മയ്ക്ക് മുൻപിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ യോഗത്തിന് സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചിരിക്കുന്ന മാരാമൺ ഭദ്രാസനത്തിൻ്റെ കോർ എപ്പിസ്കോപ്പ തോമസ് നെടുമലയച്ചന് ഈ യോഗത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ മാരാമൺ ഭദ്രാസന സെക്രട്ടറി ജോൺസൺ പയ്യമ്പള്ളി അച്ഛന് ഈ യോഗത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളും. ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യയുടെ അതിഭദ്രാസന സെക്രട്ടറിയായി സേവനം ചെയ്യുന്ന ജോൺ മാത്യു അച്ഛനെ ഈ സമയത്ത് ഈ യോഗത്തിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. ഈ സഭയുടെ വികാരിയും മുൻ അതിഭദ്രാസന സെക്രട്ടറിയുമായിരുന്ന തോമസ് ജോൺ അച്ഛനെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ KM ബാബു അച്ഛനെയും ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ തിരുവനസിൻ്റെ പുത്രനും മാരാമൺ ഭദ്രാസന യൂത്ത് ഡയറക്ടറുമായി സേവനം ചെയ്യുന്ന ജോയ്സി അച്ഛനെ ഈ യോഗത്തിലേക്ക് ഔപചാരികതയുടെ പേരിൽ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. കൂടാതെ ഈ വേദിയിലായിരിക്കുന്ന ബഹുമാന്യനായ സുരേന്ദ്രൻ സാർ, അതുപോലെ തന്നെ ബിഷപ്പിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന കർത്തൃദാസന്മാർ, CSDSൻ്റെ കമ്മിറ്റി അംഗവുമായി സേവനം ചെയ്യുന്ന സനീഷ് ഓതറ, ഇവിടെ കൂടിയിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ, വിവിധ സഭകളിൽ നിന്നും കടന്നു വന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന നല്ലവരായ എല്ലാ സഭാവിശ്വാസികൾക്കും ഈ ദേശത്തിനും എസ്പെഷ്യലി തുണ്ടുകുളം ഫാമിലിക്കും ഈ എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ യോഗത്തിൻ്റെ പേരിലുമുള്ള ഔപചാരികതമാകുന്ന സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയച്ചുരുക്കം കൊണ്ട് നമ്മുടെ വൈദികരാരും തന്നെ സംസാരിക്കുന്നില്ല. ചുരുക്കം നമ്മുടെ വിശിഷ്ടാതിഥികൾ, നമ്മുടെ സുരേന്ദ്രൻ കരിപ്പുഴ നമ്മുടെ കരിപ്പുഴ സഭയുടെ അംഗമാണ്. രാഷ്ട്രീയ രംഗത്ത് വളരെയധികം ഈ സമൂഹത്തിനു വേണ്ടി KDP അടക്കമുള്ള സംഘടന രൂപീകരിച്ചതിൻ്റെ വലിയ നേതൃത്വം പങ്കെടുത്തിട്ടുള്ള വ്യക്തിത്വമാണ്. ഇന്ന് പകൽക്കാലം അദ്ദേഹമാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം തന്നെ നമ്മുടെ
സനി സോദറ നമ്മുടെ വളർന്നു വരുന്ന ആലപ്പുഴയിലെ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ CSDSൻ്റെ നേതാവാണ്. നമുക്കറിയാം കോട്ടയം പത്തനംതിട്ട ജില്ലയിലൊക്കെ ശക്തമായ വേരുള്ള ഒരു പ്രസ്ഥാനമാണ് CSDS. അതിൻ്റെ യുവജന വിഭാഗത്ത് കുറേ നാളായി പ്രവർത്തിച്ചു. ഇപ്പോൾ അതിൻ്റെ ഉന്നത പദവിയിലിരിക്കുന്നു. അതുപോലെ നമ്മുടെ BCCFൻ്റെ നമ്മുടെ ജോൺ സാറ് ആണ് നമുക്ക് ഈ സമൂഹത്തിന് എല്ലാമായിരുന്ന ജനത്തെ നമുക്കിങ്ങനൊരു ജനമുണ്ട് എന്ന് സമർത്ഥിക്കുവാൻ, അതിനേക്കാൾ ഉപരി നമുക്ക് ലംസം ഗ്രാൻഡ് സ്റ്റൈഫൻ എന്ന് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി ദാരിദ്ര്യം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെയൊക്കെ വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവരാൻ ഗവൺമെൻറ് അത് നിർത്തലാക്കിയപ്പോൾ അതിനുവേണ്ടി മരണം വരെ പോരാടിയത് ആണ് VD ജോൺ സാർ. അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം ഹൈറേഞ്ചിൽ തൊടുപുഴയ്ക്കടുത്ത് പണിയുന്നുണ്ട്. അതിൻ്റെ കാര്യം അദ്ദേഹം ചുരുക്കവാചകങ്ങളിൽ സംസാരിക്കും. എല്ലാം വളരെ സുരേൻ സാറിനാണെങ്കിൽ എറണാകുളത്ത് 2 മണിക്ക് ഒരു പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ യോഗം അധികം നീട്ടുന്നില്ല. ബഹുമാനം എത്ര ഈ ജനത്തിൻ്റെ ആദരവോട് കയ്യടിയോട് അദ്ദേഹം ഈ യോഗം ഉദ്ഘാടനം ചെയ്യും. അഭിവന്ദ്യ പുരോഹിതൻ അധ്യക്ഷൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠർ, നമ്മുടെ കാലം ചെയ്ത തിരുമേനിയുടെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, കൂടാതെ ഈ അനുസ്മരണ യോഗത്തിൽ സംബന്ധിക്കുന്ന സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, കൂടാതെ വിവിധ സഭകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സീമസഭാ വിശ്വാസികളെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം ഇവിടെ നടന്ന തുണ്ടോളം തിരുമേനിയുടെ അനുസ്മരണ യോഗത്തിലും സംബന്ധിക്കാൻ അവസരമുണ്ടായിട്ടുണ്ടായിരുന്നു. വലിയ അളവിൽ ഭംഗിയായി അത് ഇവിടെ നടത്തപ്പെടുകയും ചെയ്തു. എനിക്കറിയാവുന്ന മറ്റു ചിലരും വന്ന് ഈ പരിപാടിയിൽ സംബന്ധിച്ചിരുന്നു. ഞാൻ വ്യക്തിപരമായി വീണ്ടും ക്ഷണിക്കപ്പെട്ടതിലുള്ള അഭിമാനകരമായ സന്തോഷം ഞാൻ അറിയിക്കുന്നു. അന്നിവിടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സൈമൺ ജോൺ തിരുവല്ല, അദ്ദേഹം ഈ അനുസ്മരണ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു. അദ്ദേഹം ഒന്ന് പ്രധാനമായി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിലൊന്ന് തുണ്ടോളം തിരുമേനിയുടെ സേവനങ്ങളിൽ പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത് തിരുവല്ല പോലെയുള്ള പ്രദേശത്ത് നിന്നുകൊണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ഈ പ്രാവശ്യം തിരുവല്ലയിലേക്ക് ഈ അനുസ്മരണം, ഈ ഓർമ്മ ദിനം കുറച്ചുകൂടി വിപുലമായി അവിടേക്ക് മാറ്റി നടത്തണമെന്നൊരു നിർദ്ദേശം അദ്ദേഹം വെച്ചിരുന്നു. സ്വാഭാവികമായും ഇവിടെയാണ് അതിൻ്റെ ഒരു ആസ്ഥാന സൗകര്യം എന്നുള്ള നിലയ്ക്ക് ഇത് ഇവിടെയാകാം പോലും ഒരു തിരുമേനി എന്നുള്ള നിലയിലും ഒരു പുരോഹിതൻ എന്നുള്ള നിലയിലും ഒരു സഭയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭദ്രാസനത്തിന്റെ അധിപനായിരുന്ന ഒരു വിശിഷ്ട വ്യക്തി എന്നുള്ള നിലയിലും തിരുമേനിയുടെ ഓർമ്മകളെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ സംബന്ധിക്കുന്ന നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുവാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കുറച്ചുകൂടി മറ്റുള്ളവരിൽ എത്തിക്കാനും കഴിയുന്ന ചില പ്രദേശങ്ങൾ കൂടി തിരഞ്ഞെടുത്ത് ഏതെങ്കിലും ഒരു ദിവസം എന്നതിനപ്പുറത്ത് കുറച്ചധികം ദിവസങ്ങൾ തിരുമേനിയുടെ ഓർമ്മ ദിവസം മറ്റുള്ളവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് കുറച്ചുകൂടി വിപുലമായി, കുറച്ചുകൂടി വിശദമായി നടത്താൻ കൂടി നമ്മുടെ വരും കാലങ്ങളിൽ ശ്രമിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഈ വ്യക്തിത്വങ്ങൾ എന്നത് സ്വാഭാവികമായും പലതരത്തിലുണ്ട്. നമ്മൾ ചിലപ്പോൾ ചിലർ സാധാരണ വ്യക്തിത്വങ്ങളാവും, ചിലർ കുറച്ചുകൂടി അതിസാധാരണത്വമുള്ളവരായിരിക്കും, കുറച്ചുകൂടി സ്വീകരിക്കപ്പെട്ടവരായിരിക്കും, കുറച്ചുകൂടി മറ്റുള്ളവർക്ക് മുന്നിൽ മാതൃകയായിട്ടുള്ളവരായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്കിടയിൽ ദീർഘമായ പ്രവർത്തനങ്ങൾ, ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന അഭിപ്രായ പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടുള്ള തിരുമേനിയെ പോലെയുള്ള വ്യക്തിത്വങ്ങളുടെ ഓർമ്മ ദിനം പോലെയുള്ള പ്രധാനപ്പെട്ട സന്ദർഭം കുറച്ചുകൂടി വിശദമായി വിപുലമായി വരുന്ന ആളുകളിൽ നടത്തണമെന്നൊരു സൂചന കഴിഞ്ഞ വർഷം സൈമൺ ജോൺ സാർ പറഞ്ഞതിന്റെ തുടർച്ചയായി ഞാൻ വെക്കുകയാണ്. എനിക്കും ഈ സഭയുടെ ഉത്തരവാദിത്തമുള്ള ആളാണ് ഞാനും ഈ സഭയിലെ CMS സഭയിലെ കരിപ്പുഴയിലെ അംഗമാണ്. അതുകൊണ്ട് തന്നെ എനിക്കും ഈ സഭയോടുള്ള ആത്മബന്ധം, തലമുറകളായി എൻ്റെ കുടുംബം ഈ സഭയുടെ ഭാഗമായിരുന്നുള്ളതുകൊണ്ട് തന്നെ എൻ്റെ കൂടി സഭയാണ് എന്നൊരു ആത്മബന്ധത്തിലാണ് കുറച്ചുകൂടി മറ്റുള്ളവരിലേക്ക് കൂടി ഈ സന്ദേശം എത്തിക്കാനും നമ്മൾപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാരുടെ അവർ നടത്തിയ സേവനങ്ങളെ സംബന്ധിച്ചും
അവർ ലക്ഷ്യം വെച്ച താല്പര്യങ്ങളെ സംബന്ധിച്ചും മറ്റുള്ളവർക്ക് ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ നമുക്കിടയിൽ തന്നെ മാറി വരുന്ന പുതിയ തലമുറകൾക്ക് അതൊരു മാതൃകയായി സ്വീകരിക്കാനും കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇന്ന് നമ്മൾ രേഖപ്പെടുത്തുന്ന നമ്മൾ ഓർത്തുവെക്കുന്ന നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ഒരുപക്ഷെ നാളെ കുറച്ചുകൂടി വിപുലമായി കുറച്ചുകൂടി വിശദമായി നമ്മുടെ പുതിയ തലമുറ ഏറ്റെടുക്കാൻ സാധ്യതയുള്ളത്. നമുക്ക് വേണ്ടിയല്ലല്ലോ നമ്മൾ ജീവിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും നമ്മുടെ ഇടപെടലുകളൊക്കെ നമ്മുടെ ഭാവി തലമുറയുടെ കൂടി താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഭാവി തലമുറയ്ക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാവണം എന്നതാവണം നമ്മുടെ ഒരു സാധാരണ താല്പര്യം എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട പദവികളിൽ വന്നിട്ട് നമ്മൾപ്പെട്ട ഇത്തരം ആത്മീയ നേതാക്കളെ, ആത്മീയ രംഗത്ത് സീരിയസ് ആയി പ്രവർത്തിച്ചവരെ കുറച്ചുകൂടി ജനസമക്ഷം അവതരിപ്പിക്കാൻ കഴിയണം. മാത്രമല്ല തിരുമേനിയെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ കാലാകാലങ്ങളിൽ പങ്കുവെച്ച് പോകുകയല്ല, ആ നിലയ്ക്ക് ചില സ്മാരകങ്ങൾ സൃഷ്ടിക്കാനും തിരുമേനിയുടെ ഇതെന്ന് പറയാവുന്ന നിലയ്ക്ക് ഓർത്തുവെക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി സഹകരിക്കാൻ പറ്റുന്ന ചില മെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള ചില സംഗതി കൂടി നമ്മുടെ ഭാഗത്തുനിന്ന് പറയണം എന്നതുകൂടിയാണ് ഞാൻ സാന്ദർഭികമായി ഇതുമായി ബന്ധപ്പെട്ട് ഓർപ്പിക്കുന്നത്. ഞാൻ ദീർഘമായി അങ്ങനെ അധികം പറഞ്ഞു പോകുന്നില്ല. പക്ഷെ നമുക്കറിയാം, നമ്മളിപ്പോൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മളിപ്പോൾ ഏർപ്പെടുന്നതും ഒരു ആത്മീയമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ്. ആത്മീയമായ താല്പര്യങ്ങളും ആത്മീയമായിട്ടുള്ള ഒരു മനുഷ്യനെ കുറച്ചുകൂടെ കൃത്യതപ്പെടുത്തി അവന്റെ ഭൗതിക ജീവിതത്തെ കുറച്ചുകൂടെ ഭദ്രമാക്കി നേർവഴിക്ക് സഞ്ചരിക്കാനും സത്യസന്ധത പുലർത്താനും ഈ പറയുന്ന പോലെ മറ്റുള്ളവർക്ക് മാതൃകയാകാനും നമ്മുടെ വ്യക്തിജീവിതം തന്നെ കുറച്ചുകൂടെ സുതാര്യമായിരിക്കാനും ഭദ്രമായിരിക്കാനും എന്നുള്ള നിലയിൽ ഇപ്പോൾ നമ്മൾ നടത്തുന്ന ഒരു ആത്മീയമായ അന്തരീക്ഷത്തിനകത്താണെങ്കിൽ ഈ ആത്മീയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, ആത്മീയമായ പ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ നമുക്ക് കഴിയുന്നത് സ്വാഭാവികമായും നമ്മളൊരു ഭൗതിക ലോകത്ത് നിന്നുകൊണ്ട് ആണെന്നുള്ളതാണ്. നമ്മൾ എത്ര ആത്മീയമായി അഭിപ്രായ പ്രകടനം നടത്തിയാലും എത്ര ആത്മീയ വിശകലനം നടത്തിയാലും നമ്മുടെ വേദവചനങ്ങളിൽ ദീർഘമായി നമ്മൾ സംസാരിച്ചാലും നമ്മൾ നിലവിൽ ജീവിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്ന ഇടവും ഈ ഭൗതിക ലോകമാണ് എന്നൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ ഈ ഭൗതിക ലോകം നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അത്തരമൊരു ഒരു കലുഷമായ സങ്കീർണമായ നമ്മുടെ മുഴുവൻ മനസമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ പ്രതീക്ഷകളെ ഇല്ലാതാക്കുന്ന അത്രയധികം മോശപ്പെട്ട ഒരു സാമൂഹിക അന്തരീക്ഷത്തിനകത്താണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തന സംവിധാനത്തിനകത്താണ് നമ്മൾ ആത്മീയമായ പ്രവർത്തനങ്ങൾ നടത്താൻ തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ ഇടം എന്നത്, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖല എന്നത് ഭൗതികമായതുകൊണ്ട് ഈ ഭൗതിക സാഹചര്യങ്ങൾ എത്രത്തോളം നമുക്ക് അനുകൂലമാകും എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ ഒരിക്കലും നമുക്ക് അനുകൂലമല്ല. നിരവധി പ്രതിബന്ധങ്ങളും പ്രതികൂലതകളും തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് തന്നെയാണ് പ്രത്യേകിച്ചും നമ്മളെ പോലെയുള്ള ഈ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ക്രൈസ്തവ വിശ്വാസധാരയ്ക്ക് അതിന്റെ ഒരു പരിസരത്താണ് സത്യത്തിൽ നമ്മളുള്ളത്. ഈ എന്താണെങ്കിലും ഒരിക്കൽ കൂടി ആരാധ്യനായ തുണ്ടുളം തിരുമേനിയുടെ ഈ ഓർമ്മ ദിനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ അഭിമാനകരമായ സന്തോഷം ഞാൻ അറിയിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ അദ്ദേഹം ഒരിക്കൽ വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ പള്ളിയിൽ സഭ ഗർഭിണിയെത്തിയിട്ടുണ്ട്. അല്ലാതെ തന്നെ തിരുവല്ലയുമായി കേന്ദ്രീകരിച്ച് ഞാൻ പലപ്പോഴായി നടന്നിട്ടുള്ള ചില യാത്രകളിൽ അദ്ദേഹത്തെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കകത്തും അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങൾക്കകത്തും സ്വാഭാവികമായി എപ്പോഴും സഹജീവികളോട് പുലർത്തുന്ന ഒരു കാരുണ്യം, ദൈവനാമത്തിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം ഒരു ഉദാത്തമായ സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ അത് നന്മ തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ നെഞ്ചിൽ സൂക്ഷിച്ച് അത്തരമൊരു സ്നേഹത്തിന്റെ അകത്തെ അതിന്റെ അന്തസ്സത്തെ ഗൗരവതരമായി ഏറ്റെടുത്ത് അത് എത്തിത്തിട്ടില്ലാത്ത മേഖലയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ഒരു ഗൗരവതരമായ ഉത്തരവാദിത്വം. അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ, തിരുമേനി മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ബൈബിൾ അടക്കം വ്യാഖ്യാനിച്ച് അതിന്റെ നൂതനമായ സങ്കേതങ്ങൾ നമുക്ക് മുന്നിൽ വിശദീകരിച്ചു തരുന്ന അതിന്റെ സാധ്യതകൾ ഭാവിയിൽ നമുക്ക് എത്രമാത്രം ഗുണപ്പെടുമെന്നതിനെ സംബന്ധിച്ച് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എത്തിയിട്ടില്ലാത്ത മേഖലയിൽ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന പ്രതിജ്ഞാബദ്ധമായ ഒരു ഇടപെടലിനും പ്രവർത്തനങ്ങൾക്കും നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, എനിക്കറിയാവുന്ന വൈദികരുണ്ട്, എന്നെ പരിചയമില്ലാത്തവരും എനിക്ക് പരിചയമില്ലാത്തവരുണ്ട്, എല്ലാവർക്കും ഉള്ള നന്ദിയിരിക്കുന്നു. ഇവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഭാവിശ്വാസികൾക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ജ്യേഷ്ഠാനുജന്മാർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ റവറൻ തുണ്ടുകുളം തിരുമേനി അവരുടെ ഈ ആദരണീയമായ ഈ അനുസ്മരണ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാർത്താവസ്ഥ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി കോറപ്പിസ്കോപ്പ നെടുമലി അച്ഛൻ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട വൈദിക സെക്രട്ടറി ജോൺസൺ പയ്യമ്പള്ളി അച്ഛൻ,
മറ്റ് വൈദിക സെക്രട്ടറി, സഭാ ശുശ്രൂഷകര്, കടന്നു വന്നിരിക്കുന്ന സഭാവിശ്വാസികളെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് 9ാമത് അനുസ്മരണ നടത്തപ്പെടുന്ന നമ്മുടെ ഭദ്രാസനത്തിന്റെ അധിപനായിരുന്ന കാലം ചെയ്ത ജോൺ ലാസർ തുണ്ടുകുളം തിരുമേനിയുടെ ഓർമ്മ ദിനമായി ഇന്ന്. ദൈവത്തിന്റെ വചനം പറയുന്ന ഈ ദിവസം നിങ്ങൾക്ക് ഒരു ഓർമ്മ നാളായി തീരട്ടെ. അപ്പൊ ഇന്ന് തിരുമേനിയുടെ പ്രവർത്തനം, തിരുമേനിയുടെ വേർപാട് കുടുംബത്തിന് മാത്രമല്ല, തിരുമേനിയുമായി ബന്ധം ഉള്ള ഓരോ വ്യക്തിക്കും ഒരു തീരാ നഷ്ടമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വൈദികർക്കും സഭാപ്രവർത്തകർക്കും അതൊരു തീരാ നഷ്ടമാണ്. കാരണം ഏത് സമയത്തും എപ്പോഴാണെങ്കിലും എന്ത് കാര്യം പറഞ്ഞാലും ആവശ്യപ്പെട്ടാലും അത് നിർവഹിച്ചു തരുന്ന ഒരു സ്വഭാവം അഭിമന്യ തിരുമേനിക്കുണ്ടായിരുന്നു. അപ്പോൾ തിരുമേനിയുടെ വേർപാട് നമുക്കൊരു തീരാ നഷ്ടമാണ്. ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞു, തിരുവല്ല പ്രദേശത്ത് അനേകർക്ക് തിരുമേനിയുടെ പ്രവർത്തനം അനുഗ്രഹമായി തീർന്നുവെന്നാണ്. അത് നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തിരുമേനിയുടെ വേർപാടിൽ നമുക്ക് ദുഃഖവും സങ്കടവും ഉണ്ടെങ്കിലും ആ നല്ല പാദങ്ങൾ പിൻപറ്റി മുൻപോട്ട് പോകുവാൻ നമ്മുടെ ഭദ്രാസനത്തെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കിൽ ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഭദ്രാസനത്തിന്റെ വൈദിക സെക്രട്ടറി ജോൺ മാത്യു അച്ഛൻ. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന മാരാമൺ ഭദ്രാസനത്തിന്റെ കോർപ്പിസ്കോപ്പ തോമസ് നിർമ്മലച്ചൻ, ഭദ്രാസന വൈദിക സെക്രട്ടറി ജോൺസൺ പൈമ്പള്ളി അച്ഛൻ, അതിഭദ്രാസന മുൻ വൈദിക സെക്രട്ടറി തോമസ് ജോൺസൺ, മാരാമൺ ഭദ്രാസനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തുണ്ടോളം തിരുമേനിയുടെ 9ാം സ്മാരക ദിനത്തിൽ ഈ പൽക്കാലം നമുക്ക് ഒത്തുചേരുവാനും കഴിഞ്ഞ നാളുകളിൽ സമൂഹത്തിനും സഭയ്ക്കും താൻ ഈ നല്ല സമയത്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ജീവിതകാലത്ത് സമൂഹത്തിന് വേണ്ടിയും സഭകൾക്ക് വേണ്ടിയും തന്നാലാവോളം അധ്വാനിക്കുവാനും പ്രയത്നിക്കുവാനും അനേകരെ നല്ല മാതൃകയിലേക്ക് നയിക്കുവാൻ ഒരു നേർവഴി കാണിച്ചു തന്നതായ അഭിനന്ദ തിരുമനസിന്റെ 9ാം ചരമദിനത്തിൽ അദ്ദേഹത്തിന്റെ സ്മരണയിൽ ഓർത്തുകൊണ്ട് ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട ഭവനത്തിനും സമാജനക്കും ഉള്ളതായ അഗാധമായിരിക്കുന്ന ദുഃഖങ്ങൾ അറിയിച്ചുകൊണ്ടും ഈ സന്ദർഭം വേർതിരിച്ചു തന്നതായ ഭദ്രാസനത്തിന്റെ ഭാരവാഹികളുള്ളതായ നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തായിട്ട് സനീസ് ഓദറ, CSDSന്റെ സമുന്നതനായ നേതാവാണ്. ഈ യോഗത്തിന്റെ ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ, ഏറെ ബഹുമാനീയനായ തോമസ് നിലവിലേച്ചൻ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ഇന്നിവിടുന്ന് മടങ്ങിയ ഏറെ ബഹുമാനീയനായ സുരേന്ദ്രൻ കരിപ്പുഴ അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, സഭാ ശുശ്രൂഷകരെ, മറ്റ് വിശിഷ്ട അതിഥികളെ, ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഈ സഭയുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് കടന്നു വന്ന വിശ്വാസ സമൂഹമേ, എല്ലാവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം ആദ്യമേ അറിയിക്കുന്നു. പ്രത്യേകിച്ച് മാരാമൺ ഭദ്രാസനത്തിന്റെ മുൻ അധിപതി, നമ്മളിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ വേറെ ബഹുമാന്യനായ റൈറ്റ് റവറൻ ഡോക്ടർ ജോൺ ലാസർ തുണ്ടുകുളം തിരുമേനിയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പം മാത്രമേ വേണ്ടുകയുള്ളൂ രുചി വരുത്തുന്നതിന് വേണ്ടി. ഒരുപക്ഷെ നമുക്ക് അംഗസംഖ്യകൾ കൊണ്ട് കൂടുതൽ ബലം ആവശ്യം ഉണ്ടാകണമെന്നില്ല. പക്ഷെ അല്പം വിചാരിച്ചാൽ ചിലതൊക്കെ മാധുര്യമായി മാറാൻ,
ചിലതൊക്കെ അനുഭവവേദ്യമാക്കുവാൻ, ചിലതൊക്കെ സന്തോഷത്തിന് മുഖാന്തരമാക്കി തീർക്കുവാൻ സാധിക്കും എന്നതിന് തന്നെ തെളിവാണ് എന്ത് ചെയ്യുക, ഈ ഉപ്പിന്റെ അനുഭവം. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ ചവിട്ടിക്കളയാനല്ലാതെ മറ്റൊന്നിനും സാധ്യമാകുന്നില്ല. ഇന്ന് പലപ്പോഴും നമ്മൾ എവിടെയാണ്, കാരമുള്ള അവസ്ഥയിലാണോ, രുചി വരുത്തുന്ന അവസ്ഥയിലാണോ കിടക്കുന്നതെന്ന് ആത്മാർത്ഥമായി വിശകലനം ചെയ്തുകൊണ്ട് ഈ 9ാമത് ചരമദിനത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കുറച്ചുകൂടെ ഒന്ന് ഊർജ്ജസ്വലരാകുവാൻ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന നല്ല മാതൃകകളെ, വിശ്വാസത്തെയും അതുപോലെ സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തരത്തിൽ നമ്മുടെ പ്രവർത്തന പന്ഥാവിൽ മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും CSDS പേരിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരുടെ പേരിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ബാബു കെ മാത്യൂസ്. ഏറ്റവും ആദരണീയനായ ഈ മീറ്റിംഗിൽ അധ്യക്ഷം വഹിക്കുന്ന കോറപ്പിസ്കോപ്പച്ചൻ അച്ഛൻ, അധിപതിരാസന വൈദിക സെക്രട്ടറി, ഭദ്രാസന വൈദിക സെക്രട്ടറി, മറ്റ് ശ്രേഷ്ഠന്മാരായിരിക്കുന്ന വൈദികർ, ആദരണീയരായിരിക്കുന്ന രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാർ, സഭാജനങ്ങൾ, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ സ്നേഹ വന്ദനം അർപ്പിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു ഓർമ്മയ്ക്ക് മുമ്പിൽ ഇന്ന് ആയിരിക്കാൻ ദൈവം സഹായിച്ചു. ഉന്നത തിരുമേനിയുടെ ശാന്തമായി വിശ്രമിക്കുന്ന ഈ കബറിടത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉന്നത തിരുമേനി നമുക്ക് നൽകിയ മരണമില്ലാത്ത ഓർമ്മകൾ, ഒരിക്കലും മാറിപ്പോകാത്ത പ്രവർത്തന ചാതുര്യങ്ങളൊക്കെ ഓർത്ത് ആ പാത പിന്തുടരുവാൻ ഈ സമൂഹത്തെ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ഓർക്കുന്നു. ഉന്നത തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം മാരാൺ ഭദ്രാസനത്തിന്റെ ഒരു സുവർണ കാലഘട്ടം ആയിരുന്നു തിരുമേനിയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നതിൽ തെറ്റുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഏതൊരു വ്യക്തിയെയും സ്നേഹിക്കാനും ആദരിക്കാനും ഇടപെടുവാനും ഒക്കെ കൈത്താങ്ങിലേകാനും ഒക്കെ കഴിയുന്ന ഹൃദയ വിശാലതയുള്ള, ഒരു നല്ല കാഴ്ചപ്പാടുള്ള, വ്യക്തമായ നിലപാടുള്ള, ആർക്കും വേണ്ടി തന്റെ നിലപാടുകളിൽ മാറ്റിമറിക്കാതെ ഉറച്ചു നിൽക്കാൻ തൻ്റെ ഇടമുള്ള ഒരു നല്ല ഗുണപരമായ കഴിവുകളുള്ള ഒരു ആത്മീയ നേതാവ്, സാംസ്കാരിക നേതാവ് എന്നൊക്കെ നിലയ്ക്ക് തിരുമേനി നമുക്കൊരു വലിയ മാർഗദീപമായിരുന്നു. ഒന്ന് തിരുമേനി നിത്യത്തിൽ വിശ്രമിക്കുമ്പോൾ ആ അഭിവന്യ പാതാരബന്ധങ്ങളിൽ ഒരിക്കലും മറക്കാത്ത ഓർമ്മയ്ക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് എനിക്ക് തന്ന അവസരം ഞാൻ ഉപയോഗിക്കുന്നു. തന്ന അവസരത്തിന് നന്ദി പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസ് സാറ്, അദ്ദേഹം ഈ അനുസ്മരണ സമ്മേളനത്തിന് ആശംസ അറിയിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കും. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനിരിക്കുന്നവനുമാകുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനും സൃഷ്ടിതാവും രക്ഷിതാവുമായിരിക്കുന്ന കർത്താവിന്റെ നാമത്തിൽ എൻ്റെ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട തിരുമേനിക്ക്, അതുപോലെ വേദിയിലുള്ള എത്രയും ബഹുമാന്യരായിട്ടുള്ള വൈദികർക്കും, പ്രിയ അച്ചായനും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു ജോസ് ജോൺ തുണ്ടുകളും അച്ഛനും, ബഹുമാനപ്പെട്ട ഒരു സ്നേഹിതനാണ് എനിക്ക്, എൻ്റെ സ്നേഹിതനും ആയി കണക്കാക്കുന്നു. ഞങ്ങൾ വളരെ സ്നേഹിതരാണ്. അതുപോലെ ഇപ്പോൾ പ്രസംഗിച്ചതായിട്ടുള്ള സാറ്, ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ട് വിട്ടുപോയിരിക്കുന്ന ആ സാറ്, ഇവിടെ കാണപ്പെടുന്ന എല്ലാ ബഹുമാന്യ സഭാജനത്തിനും മിത്രങ്ങൾക്കും വിവിധ നിലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വന്ദനവും ഞാൻ പറയുന്നു. തുണ്ടുകുളം ബിഷപ്പുമായിട്ട് ദീർഘകാലത്തെ പരിചയമാണ് അടിയനുള്ളത്. ഞാനൊരു ചെറിയ എഴുത്തുകാരനും പോസ്റ്റ്മാനല്ല, ബുക്കൊക്കെ എഴുതുന്നത് എന്ന് പറഞ്ഞു, ബുക്കൊക്കെ ഞാൻ എഴുതുകയും പുസ്തകം വിൽക്കുകയൊക്കെ ചെയ്യും. സഹൃദനായിട്ടുള്ള തുണ്ടുകുളം ബിഷപ്പ് ഒരു വലിയ വായനക്കാരനായിരുന്നു. ഉദ്ഘാടകൻ പറയുണ്ടായി, ആത്മീയമായ ഒരു സ്വർഗമോ, ഇവിടെ എന്തെങ്കിലും ഒരു പ്രത്യേക ചിന്തയില്ല, ആത്മീയം മാത്രം സ്തോത്രവും സ്തുതിയും എല്ലാം പറഞ്ഞ് അങ്ങനെ ഒരു വിഭാവനയല്ല യേശു ഇവിടെ അവതരിപ്പിച്ചത്. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്ന കർത്താവെ, പടയാളികൾ ഒഴിച്ച് ഞങ്ങൾ എന്നാ ചെയ്യണം? നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പീൻ.
കിമ്പളം മേടിക്കരുതെന്ന് കഷ്ടപ്പെട്ടു. അദ്ദേഹം വളരെ ദീർഘദർശനമുള്ള വ്യക്തിത്വമായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട ജോയിസ് അച്ഛനെ പരിചയപ്പെടും മുമ്പ് അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ സ്നേഹിതനായിരുന്നു ബഹുമാനപ്പെട്ട തിരുമേനി. ഞാൻ തിരുമേനിയുടെ കാര്യം അങ്കണം എന്ന് പറഞ്ഞ 2 മിനിറ്റ്. തിരുമേനിയുടെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിലല്ലെന്ന്. പുറത്തുനിന്ന് പോയി നോക്കണം, തിരുമേനിയുടെ പേര് കേൾക്കണമെങ്കിൽ. ഞാനൊരു വലിയ സ്ഥലത്ത് ഇരുമ്പോൾ തിരുമേനി അവിടെ ഉണ്ട്. എവിടെ ചെന്നാലും തിരുമേനിയെ കുറിച്ച് ചില കേൾവിയാക്കും. തിരുമേനി ഒരു കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, പ്രഭ പരത്തുന്ന ഒരു ജ്യോതിർഗോളം പോലെ ആയിരുന്നു. നീതിമാന്മാരില്ലേ അവസാന ആകാശം പ്രഭ പോലെയും. അപ്പൊ ഇവിടെ വെച്ച് തന്നെ അദ്ദേഹം, അപ്പൊ അത് കേവലം അദ്ദേഹം ആത്മീയ പ്രവർത്തനം ആയിരുന്നില്ല. ഭൗതികമായി ഒരുപാട് നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി സാംസ്കാരികമായി തന്റെ പ്രഭാഷണമൊക്കെ കേൾക്കണം. തന്റെ സംസാരം ഞാൻ വ്യക്തിപരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഇവിടെ ഉയർന്നു പറയാൻ തക്കണം പലരും അദ്ദേഹമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധപ്പെട്ടില്ലായിരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. പറഞ്ഞ തെറ്റങ്ങൾ ക്ഷമിക്കണം. കാരണം അങ്ങനെ വലിയൊരു വീക്ഷണം ഉണ്ടായ തിരുമേനിയായിരുന്നു. അതുകൊണ്ട് തിരുമേനിയുടെ പേരിൽ ഇങ്ങനെ സമ്മേളനം മാത്രമല്ല, എന്നിരുന്നാൽ അവാർഡുകൾ വരത്തക്കണമായി നമ്മൾ അതിനുള്ള ചില ഫണ്ടുകൾ ഉണ്ടാക്കുകയോ കാര്യങ്ങൾക്ക് ക്രമീകരിക്കുകയോ ഇത് വലിയ മുഖ്യധാരയിലേക്ക് തിരുമേനിയുടെ ആ പ്രഭാഷണങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടെത്തിക്കുകയും ചെയ്യാനുള്ള, അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയമായിട്ടും നമുക്ക് നമ്മുടെ എല്ലാ കാര്യത്തിലും ഉന്നമനം വരുത്തുവാൻ തക്കണം നമ്മൾ ശ്രമിക്കണം. തിരുമേനി അമേരിക്കയിൽ പോകേണ്ട തിരുമേനിയാണ്. അമേരിക്കയിൽ പോയി അവിടുന്ന് ഇത് മാത്രമേ ഇല്ലാതുള്ളായിരുന്നു, പണം മാത്രം. സ്തോത്രം. അമേരിക്കയിലെ തിരുമേനി അയച്ചതാണ്, തിരുമേനി പോയില്ല. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയുണ്ടായി. ഹല്ലേലൂയ. അല്ലെങ്കിൽ തിരുമേനി വലിയ നിലയിൽ പണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തിരുമേനി ഇവിടെ നമുക്ക് പ്രത്യേക മുഖച്ഛായ സഭയ്ക്ക് തന്നെ തന്നേനെ. അതുകൊണ്ട് തിരുമേനിയുടെ എല്ലാവിധമായിട്ടുള്ള ഉത്കൃഷ്ട പ്രവർത്തനങ്ങൾക്കും ഈ സമയം അടിയൻ സ്മരണ അർപ്പിച്ചുകൊണ്ടും എല്ലാവർക്കും വന്ദനം പറഞ്ഞുകൊണ്ടും നന്ദി അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. നമസ്കാരം. സ്തോത്രം. ബഹുമാനപ്പെട്ട പി ടി ജോൺ സാർ. യോഗത്തിന്റെ അധ്യക്ഷൻ, മറ്റേ വേദിയിരിക്കുന്ന വൈദികരെ, സഭാ ശുശ്രൂഷകരെ, സഭാവിശ്വാസികളെ, അഭിമന്യ തിരുമേനിയുടെ ഈ സ്മാരക പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിൽ അഭിമാനമുണ്ട്. തിരുമേനിയുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകി. ഒരേയായി പല പ്രാവശ്യങ്ങളും ഞാനും മോസസ് തിരുമേനി അച്ഛന് തുണ്ടോളം തിരുമേനിയുമായിട്ട് ഒട്ടേറെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുവാൻ അവസരം തന്നിട്ടുണ്ട്. എന്നൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് പല കാര്യങ്ങളിലും അദ്ദേഹം സന്നദ്ധനായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ച, എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ കോർപ്പറേഷന് വേണ്ടി വളരെയധികം പ്രവർത്തിച്ച 2 പേരാണ്. പട്ടപ്പാറ തിരുമേനി എവിടുന്ന് കത്തുകൾ കൊടുത്തു വിടുകയുള്ളൂ. ഒന്ന് M.R. തോമസ് അച്ഛനും, M.R. തോമസ് അച്ഛനെ എത്ര പേര് വിളിക്കുന്ന അറിവെന്ന് എനിക്കറിയില്ല. M.R. തോമസ് അച്ഛനും അതുപോലെ തന്നെ തുണ്ടോളം തിരുമേനിയ. അങ്ങനെ വളരെ കഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ കഷ്ടപ്പാടുകൾ നമ്മുടെ സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട തുണ്ടോളം തിരുമേനി. ആ തിരുമേനിയുടെ ഓർമ്മ ഇന്ന് നമ്മളേർന്ന് പ്രവർത്തിപ്പാൻ ഒരു അവസരം നൽകിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും അഭിമാനമായിട്ട് ഓർക്കുന്നല്ലോ, ബഹുമാനപ്പെട്ട തുണ്ടോളം തിരുമേനിയുടെ, M.R. തോമസ് അച്ഛനും പട്ടപ്പാറ തിരുമേനിയുടെ ഒക്കെ കഴിവും പ്രാപ്തിയും പ്രവർത്തനം കൊണ്ടാണ് കോർപ്പറേഷൻ 2 പ്രാവശ്യം ബോർഡ് മെമ്പറായിരിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മുന്നോട്ട് അധികം സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ബഹുമാനപ്പെട്ട തിരുമേനിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു പ്രാവശ്യം കൂടെ മനസ്സുകൊണ്ട് പുഷ്പം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം. ജോയിസ് അച്ഛൻ നന്ദി വാചകം അറിയിക്കും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായിട്ടുള്ള നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാലം ചെയ്ത മാരാമൺ മുദ്രാസന ബിഷപ്പ്, എൻ്റെ വാത്സല്യ പിതാവും റൈറ്ററും ഡോക്ടർ ജോൺ ലാസ്റ്റർ തുണ്ടോളം തിരുമേനിയുടെ 9ാമത് ശരമ വാർഷികം വിപുലമായിട്ട് ഈ പ്രാവശ്യവും നടത്താൻ സർവശക്തനായിട്ടുള്ള സ്വർഗത്തിൽ ദൈവം ഒരുക്കി തന്ന വലിയ അവസരത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന മാരാമൺ ഭദ്രാസനത്തിന്റെ ഉപ അധ്യക്ഷനും കോർപ്പിസ്കോപ്പയും ആയിട്ടുള്ള തോമസ് ഇടമലിയച്ചൻ, ഭദ്രാസനത്തിന്റെ വൈദിക സെക്രട്ടറി റവറൻഡ് ഡോക്ടർ ജോൺസൺ പയ്യമ്പിള്ളി അച്ഛൻ, മറ്റ് വൈദിക ശ്രേഷ്ഠര്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നന്ദി പറയുക എന്ന കടമയാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഈ സമയത്ത് എൻ്റെ വാത്സല്യ പിതാവ് നിരന്തരം പാടുന്ന ഒരു പാട്ടിൻ്റെ ഒരടി ഞാൻ പാടുവാൻ ആഗ്രഹിക്കുകയാണ്. കാലമെല്ലാം കഴിയും ഇന്നു കാണുന്നതെല്ലാം
കഴിയും, കാലമെല്ലാം കഴിയും. ഇന്നു കാൺമതെല്ലാം വഴിയും, പിന്നെ പുതുയുഗ വിരിയും. തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും. തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാ യേശുരാജൻ വന്നിടുവാ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർത്തിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർത്തിടുവാൻ. നമ്മള് നന്ദി പറയുന്ന ആ ഒരു അവസരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വലിയ ഒരു തലമുറ, ഒരു മാറ്റം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഈ 2025 ഒരു വലിയൊരു തലമുറ വാനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ ഒരു ജനറേഷൻ എല്ലാ മേഖലയിലും സഭയിലും കടന്നു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട ജോൺ സാറൊക്കെ പറഞ്ഞതുപോലെ ഒരു വലിയ തലമുറ, നമ്മുടെ വലിയ വട്ടപറച്ചിരുമേനിയൊക്കെ ക്ഷീണിതനായി വാർദ്ധക്യത്തിലേക്കൊക്കെ പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ വലിയ ഒരു നമ്മളെ നടത്തിയ ഒരു ഓർത്തുകൊള്ളുന്നു, ഒരു വലിയ ഒരു നേതൃത്വം മാറിയിരിക്കുന്ന ഒരു പുതിയ ഒരു തലമുറ കടന്നു വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അവരുടെയൊക്കെ ഓർമ്മകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഇവിടൊക്കെ എനിക്കും കടന്നു വരുവാൻ സാധിച്ചത്. ആദ്യമായിട്ട് മാരാമൺ ഭദ്രാസനത്തിന്റെ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ മോസസ് പുള്ളോലിക്കൽ തിരുമേനിക്കാണ് ഞാൻ നന്ദി അറിയിക്കുന്നത്. അദ്ദേഹം ഓൺലൈനിലൂടെ ഇത് വാച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്, അമേരിക്കയിലാണ്. ഇപ്പൊ തിരുമേനിയുടെ വലിയ സ്നേഹം എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എന്നെ വിളിച്ച് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. തിരുമേനിയെ ഈ സമയത്ത് നന്ദി ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ മാരാമൺ ഭദ്രാസനത്തിന്റെ ഉപാധ്യക്ഷനും കോറപ്പിസ്കോപ്പയും ആയ റൈറ്റ് റവറൻഡ് ഡോക്ടർ തോമസ് നെടുമലി അച്ഛനാണ്. അച്ഛനെ എൻ്റെ ചെറുപ്പം മുതൽ എന്നെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്ത് എൻ്റെ പിതാവിനോട് കൂടെ ഏറ്റവും വിശ്വസ്തനായിട്ട്, അതിലുപരിയായിട്ട് വളരെ തൻ്റെ ഇടത്തോടു കൂടി പല തീരുമാനങ്ങൾക്കും ഒക്കെ കൂടെ നിന്ന ഒരു വലിയ ഗർജിക്കുന്ന സിംഹം എന്ന് തന്നെ വേണം അദ്ദേഹത്തെ പറയാൻ. അച്ഛനോടുള്ള നന്ദിയെ ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ മാരാമൺ ഭദ്രാസനത്തിന്റെ ഇപ്പോഴത്തെ വൈദിക സെക്രട്ടറി ജോൺസൺ പയ്യമ്പള്ളി അച്ഛൻ വളരെ പിതാവിന്റെ കൂടെ തന്നെ ഒത്തിരി ഭരണ സമിതിയിൽ സെക്രട്ടറി ആയിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. വലിയ ഭരണ കർത്താവാണ്. അച്ഛനോടുള്ള നന്ദി, ഞങ്ങളുടെ റിലേറ്റീവും കൂടിയാണ്. അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ മാരാമൺ ഭദ്രാസനത്തിന്റെ വൈദിക സെക്രട്ടറി, അതിഭദ്രാസന സെക്രട്ടറി ആയിട്ടൊക്കെ സേവനം തോമസ് ജോൺ അച്ഛനോടുള്ള നന്ദിയെ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അതിഭദ്രാസന സെക്രട്ടറി ജോൺ മാത്യു അച്ഛൻ, ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി പോൾസൺ പൗലോസ് അച്ഛനാണ്. അച്ഛനെ ഞാൻ ചെറുപ്പം മുതൽ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. കൂമ്പാടിയിൽ പോകുന്ന സമയത്ത് പാറ കുളത്തിൽ ഞാനും എൻ്റെ വാത്സല്യ പിതാവും കുളിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. ആ പള്ളിയുമായിട്ട് ഉള്ള എൻ്റെ ഓർമ്മയെന്ന് പറയപ്പെടുന്നത് ആ പാറക്കുളമാണ്. ഇപ്പോഴും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു വലിയ ഓർമ്മയാണ്. കൂമ്പാടി വരുമ്പോൾ ഇനി കഴിഞ്ഞ ദിവസം കൂടെ അതിനെക്കുറിച്ച് ആലോചിച്ചു. വലിയൊരു പാറമടി, ആ കുളമൊക്കെ അച്ഛനെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. അടുത്തത് ജോൺ മാത്യു അച്ഛന് വളരെ സ്നേഹിതനാണ്. അച്ഛനോടുള്ള നന്ദി അതിഭദ്രാസന സെക്രട്ടറിയാണ്, രേഖപ്പെടുത്തുന്നു. അടുത്ത ബാബു കെ മാത്യു അച്ഛന് വളരെയധികം എല്ലാ സപ്പോർട്ടും ചെയ്ത ഒരു അച്ഛനാണ്. അതോടൊപ്പം തന്നെ അച്ഛനോടുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കടന്നു വന്ന CSTSന്റെ നേതാവ്
അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. BCCFന്റെ സമ്മതിതനായിട്ടുള്ള നേതാവ് വീണോ സാറ്, അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ മുൻ ബോർഡ് മെമ്പറും ഇപ്പോഴത്തെ നമ്മുടെ ഉപദേശിയൊക്കെ ജോൺ സാറിനോടുള്ള നന്ദി. ഒത്തിരി ചരിത്രങ്ങൾ അദ്ദേഹം ഇപ്പം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ രേഖപ്പെടുത്തേണ്ടതാണ്. അദ്ദേഹമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുറിച്ച് വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത് അദ്ദേഹത്തോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. പിന്നെ ഈ ജോസ് സാറ് ക്രിസ്ത്യൻ റൈറ്റിങ്ങിലെ ഒരു പ്രത്യേക പ്രതിഭയാണ് അദ്ദേഹം. ഒത്തിരി ഡിറ്റക്റ്റീവ് നോവലുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ബാറ്റൺ ബോസിന്റെയൊക്കെ സമകാലിക എഴുത്തുകാരൊക്കെയാണ് അദ്ദേഹം നമ്മൾ ജനിച്ച സൊസൈറ്റി മാറിപ്പോയി, അല്ലെങ്കിൽ ബാറ്റൺ ബോസിനെ പോലെയൊക്കെ ഒരു വലിയ പ്രശസ്തനായ വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ഭദ്രാസനത്തിലെ ഓരോ സഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന വിശ്വാസി സമൂഹങ്ങളാണ്. ഒത്തിരി പേരെ വ്യക്തിപരമായിട്ട് എന്നെ ഇപ്പോഴും മകനെ പോലെ ആ പിതാവിനോട് കാണിക്കുന്ന അതേ സ്നേഹം തന്നെ പല വീട്ടിലുകളിലും ചെല്ലുമ്പോൾ എനിക്ക് നൽകാറുണ്ട്. ഞാൻ ആരെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ അതുപോലെ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സഭയും. പല പള്ളികളിലും ചെല്ലുമ്പോൾ അച്ചാച്ചൻ എങ്ങനെയാണോ സ്നേഹം കൊടുത്തത് അതുപോലെ തന്നെ ഒരു കുറവുമില്ലാതെ നൽകിക്കൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഉപദേശിമാര് സന്തോഷ് സാറ്, അമക്കല, അനീഷ് സാറ്, തോമസ് കുട്ടിച്ചാൻ, ഇവിടെ ആയിരിക്കുന്ന മറ്റു ഉപദേശിമാര് അവരെല്ലാം എല്ലാവരെയും, എല്ലാ കമ്മിറ്റിക്കാര്, ചർച്ച് കമ്മിറ്റി കൈക്കാരന്മാര്, സെക്രട്ടറി, കപ്പിയാർ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന വിശ്വാസി സമൂഹം, നിങ്ങളുടെ എങ്ങനെയാണോ ആ സ്നേഹം കൊടുത്തത്. പലരും പറയുന്നുണ്ട് തിരുമേനി ഇവിടെ വന്ന് ചക്ക കഴിക്കുമായിരുന്നു, മാങ്ങ പൂളി കൊടുക്കുമായിരുന്നു, പഴങ്ങഞ്ഞി കുടിച്ചിട്ടുണ്ട്. ഒത്തിരി ഓർമ്മകൾ ആ കാലഘട്ടത്തിലെ സ്കേഴ്സിറ്റി അനുസരിച്ച്, ആ കാലഘട്ടത്തിലെ ദൗർലഭ്യത അനുസരിച്ച് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെടുവാൻ, ആ സ്നേഹം കൊടുക്കുവാൻ എല്ലാവരും കാണിച്ച നന്ദിയായി ഈ സമയത്ത് ഞാൻ അനുസ്മരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാവരോടും ആരുടെക്കെങ്കിലും ഈ സഭയുടെ ചർച്ച കമ്മിറ്റി കൈക്കാരനെ, ഇവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സ്, ഉപദേശി, വികാരി, എല്ലാവരെയും ഒറ്റ വാക്കിൽ എല്ലാവരെയും നന്ദി. ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ചവരുണ്ട്, ആരുടെ ഞാൻ പേര് പറയുന്നില്ല. അതെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ പ്രാർത്ഥിച്ച് കോറെപ്പിസ്കോപ്പ ആശീർവാദം പറയും. എല്ലാവർക്കും എഴുന്നേറ്റ് നോക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇടസ്വലെ പോലെ പോലും ചെയ്യപ്പെടണമേ. ഞങ്ങൾക്ക് ദിവസമുള്ള കാര്യങ്ങൾ തരണമേ. ഞങ്ങളോ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കുറ്റങ്ങളും പാവങ്ങളോ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ഞങ്ങളെ ദോഷിക്കണമേ. എന്നൂടെ നാൾ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ ഉറവയും ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പിതാവ് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും ദുഃഖത്തിലായിരിക്കുന്ന അതിന്റെ മക്കൾ ഓരോരുത്തരോടും കൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.